ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ ശീലിക്കുക. ദൈവം നമ്മളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെതായ ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് ദൈവം നമ്മളിവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടോ അല്ലല്ലോ നമ്മൾ ഈ ഭൂമിയിൽ എത്തിയിട്ടുള്ളത്. ദൈവമായിട്ട് നമ്മളെ സൃഷ്ടിച്ച് ഇവിടെ കൊടുന്നു വന്നിട്ടുള്ളതാണ്. അപ്പം ദൈവത്തിന് അതിനൊരു പ്ലാനിങ് ഉണ്ടാവും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തിന് നമ്മൾക്ക് ആ ഒരു വിശ്വാസം ഇല്ലാതായി വരും. ദൈവമൊന്നും ഇല്ലാതെ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജീവിതം എങ്ങനെയാണ് ജീവിച്ചു തീർക്കുക എന്നുള്ള ആ ഒരു നമ്മൾക്ക് അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസക്കുറവ് വരുന്നുണ്ട് ചില സമയത്ത്. എല്ലാവർക്കും നല്ല, ചില ആളുകൾക്ക് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വിശ്വാസത്തിലേക്ക് അടിയുറച്ച് നമ്മൾ വിശ്വസിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തുക. അപ്പോൾ ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു കപ്പിത്താനും ഭാര്യയും കൂടെ കപ്പലിൽ ആഴക്കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ അടുത്ത് കല്യാണം കഴിഞ്ഞ കപ്പിളാണ്. അപ്പോൾ അവർ ആ മധുവിധ കാലത്ത് അവരിങ്ങനെ രണ്ടാളും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ ആഴക്കടലിൽ വളരെ കൊടുങ്കാറ്റും കടൽ പെട്ടെന്ന് അങ്ങോട്ട് ക്ഷോഭിച്ചു. അപ്പൊ ഈ കപ്പലിങ്ങനെ ആടി ഒലഞ്ഞ് പോകുമ്പോൾ ഈ ഭാര്യയ്ക്ക് ഭയങ്കര പേടിയായി. ഭാര്യ ഇങ്ങനെ നോക്കുമ്പോൾ ഭർത്താവ് വലിയ കൂസലൊന്നും ഇല്ലാതെ ആള് കാമായിട്ട് വളരെ കൂളായിട്ടാണ് അയാൾ അത് ഓടിച്ചുകൊണ്ട് തന്നെ പോവാണ്. അയാൾക്ക് ആ ഒരു കടലങ്ങനെ വന്നതിൽ യാതൊരു പേടിയും തോന്നിയിട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർ ആ ഒരു ഇതെന്നൊക്കെ രക്ഷപ്പെട്ട് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഭാര്യ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര കൂളായിട്ട് കാമായിട്ട് ഇരുന്നത്? ഇത്രയും വലിയൊരു കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് യാതൊരു പേടിയും ഞാൻ കണ്ടില്ലല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതെന്ന് ചോദിക്കും. അങ്ങനെ അയാളത് കേട്ട വഴിക്ക് ഒരു കത്തി എടുത്തിട്ടുള്ള കഴുത്തിലാ വെക്കും. അപ്പൊ ആ ഭാര്യ ചോദിക്കും, ഇതെന്താ എന്റെ കഴുത്തിൽ ഇങ്ങനെ കത്തി വെച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പൊ നിനക്കിപ്പോ പേടിയില്ലേ, ഞാൻ നിന്നെ കൊല്ലുന്ന പേടിയില്ലേ ചോദിക്കും. അപ്പൊ ആ ഭാര്യ പറയും, ഞാൻ എന്തിനാ പേടിക്കണേ, എന്റെ ഹസ്ബൻഡ് അല്ലേ, എന്നെ കൊല്ലില്ലാന്ന് എനിക്ക് 100% ഉറപ്പുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കണെന്ന്. അപ്പൊ അയാളും അവൾക്കുള്ള മറുപടി അങ്ങനെ കൊടുക്കുന്നത്. ഞാനും അതുപോലെയാണ്. നമ്മൾക്ക് ദൈവമുണ്ട്, ദൈവത്തിൽ വിശ്വസിച്ച് നമ്മളിത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിലാണ് നമ്മളുള്ളത്. ദൈവം നമ്മളെ രക്ഷിക്കുന്നുള്ള ഉറപ്പുള്ളിടത്തോളം കാലം നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കണ്ട. അപ്പൊ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കാൻ ശീലിക്കുക. ദൈവത്തിന് നമ്മളുടെ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും എന്തായാലും നമ്മൾ എത്തില്ല. ദൈവത്തിന്റെ പ്ലാൻ ഒരിക്കലും തെറ്റില്ല. നല്ല ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മോശം കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിലും നമുക്ക് അവസാനത്തിൽ എന്തായാലും നല്ലതായിരിക്കും. നമ്മൾ നല്ല രീതിയിൽ വിശ്വസിച്ച് നല്ല കർമ്മം ചെയ്ത് നല്ലപോലെ ജീവിച്ചു കഴിഞ്ഞാൽ നല്ല തന്നെ വരുള്ളൂ. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക.